ബസ്ലിക്ക പള്ളിയിൽ മതതീവ്രവാദികൾ കയ്യേറി പോലീസിന്റെ ഒത്താശയോടെ. സീറോ മലബാർ സഭയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന കുർബാന വിഷയം സമാധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഏതാനും വ്യക്തികൾ പോലീസിന്റെയും ഉന്നത അധികാരികളുടെയും താൽപര്യപ്രകാരം അതിരൂപതയുടെ സെന്റ് മേരീസ് ബസിലിക്കയിൽ കയറി വാതിലടച്ചിരിക്കുന്നത്. പോലീസിന്റെ സംരക്ഷണം ഉണ്ടെന്നുള്ളതിന് ഇവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തം. ആരും കാഴ്ചക്കാരുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പം തന്നെ ഞാൻ പോലീസ് സംരക്ഷണം ഇവിടെ ഉണ്ട്. റോമിലേക്ക് പോകുന്ന മേജർ ആർച്ച് ബിഷപ്പിനും മാർ ജോസഫ് പാംബ്ലാനിക്കും സമ്മർദ്ദമുണ്ടാക്കുക, വരാനിരിക്കുന്ന സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി രൂപതയ്ക്ക് അകത്തുനിന്ന് ഒരു മെത്രാപ്പൊലിത്ത ഉണ്ടാകുമെന്നതും കണക്കിലെടുത്ത് കൽദായവാദികൾ വീണ്ടും അതിരൂപതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ബസിലിക്ക ദേവാലയത്തിൽ സമരത്തിനായി കയറിക്കൂടിയിരിക്കുന്നത്. മാർ ജോസഫ് പാംബ്ലാനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡിസംബർ 1-ാം തീയതി മുതൽ ബസിലിക്കയിൽ സമവായത്തിനനുസരിച്ചുള്ള വിശുദ്ധ കുർബാന പുനരാരംഭിച്ചത്. അതിരൂപതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പള്ളിയകത്ത് സമരപരിപാടിയുമായി ഇവർ വന്നിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് അതിരൂപത പ്രൊക്കുറേറ്റർ, ബസിലിക്ക വികാരിയും സമരക്കാരെ ദേവാലയത്തിൽ നിന്ന് ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് സമരക്കാർക്ക് സംരക്ഷണം നൽകി അവരെ ന്യായീകരിക്കുന്ന അനീതിപരമായ സംഭവങ്ങളാണ് ബസിലിക്കയിൽ ഇന്നലെ വൈകിട്ട് അരങ്ങേറിയത്. ബസിലിക്ക പള്ളിയിൽ തമ്പടിച്ചിരിക്കുന്ന കൽദായർ പള്ളിക്കകത്ത് നിന്ന് ജനലിലേക്ക് നോക്കി അവിടെ വരുന്നവരെ കൂകി വിളിക്കുകയും ഓളിയിടുകയും ചെയ്യുന്നത് ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് ചേർന്നതല്ല എന്നും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തെ തെറിപറഞ്ഞു നടക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തികൾ ക്രൈസ്തവികമല്ല എന്നും പള്ളിയിലിരുന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നതും ദേവാലയത്തെ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയാണെന്നും ഈ പ്രവൃത്തികളെല്ലാം 3-4 കൽദായ മെത്രാന്മാർക്ക് വേണ്ടി വീട്ടുവേല ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നും വിശ്വാസികൾ കുറ്റപ്പെടുത്തി. നേരത്തെ ബസിലിക്ക പള്ളിയുടെ മുമ്പിലുള്ള ആരാധനാ ചാപ്പൽ കയ്യേറി സമരം നടത്തിയ ഇക്കൂട്ടർ തന്നെയാണ് ഇപ്പോൾ ബസിലിക്ക പള്ളിയുടെ അകത്തിരുന്ന് സമരം ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ ബസിലിക്ക ദേവാലയം അടച്ചുപൂട്ടാനാണ് തീരുമാനമെങ്കിൽ അതിരൂപത വൈദിക സമ്മേളനം വിളിച്ചുകൂട്ടി ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.